കുർദുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ? രാജാവിനെ പോലെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടായിട്ടും അഫ്ഗാൻ അതിർത്തിയിലെ ഏതോ മലയിടുക്കിൽ പൊള്ളുന്ന വെയിലും ചൂടുകാറ്റുമേറ്റ് ബിൻ ലാദൻ അലയുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. ലൈംഗിക ഭ്രാന്ത്, ജാതിഭ്രാന്ത്, മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പണഭ്രാന്ത്, സുഖലോലുപത ഭ്രാന്ത്, അസൂയ ഭ്രാന്ത്, ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സുഹൃത്തെ. ആരുമില്ല, ഉണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ ഭ്രാന്തികളെ എന്ന് സംബോധന ചെയ്തത്. അല്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. ഫ്രോയിഡിന്റെയും യൂങ്ങിന്റെയും മറ്റനേകം ലോകോത്തര മനോരോഗ വിദഗ്ധരുടെയും മനസ്സുകളിലൂടെ എത്രയോ ഉറങ്ങാത്ത രാത്രികൾ ചെലവഴിച്ച് ഞാൻ സഞ്ചരിച്ചു. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും, സമചിത്തതയുള്ള ഒരു സമൂഹമായി കേരളത്തെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലാദനെയും സദ്ദാമിനെയും ബുഷിനെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ മാറ്റാം അവരുടെ അസുഖം. കൊണ്ടുവരൂ. ഡോക്ടർ, എല്ലാറ്റിനും വളരെ നന്ദി. മിസ്റ്റർ കുരുവിള, ഈ കാർ യാത്രയിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ മനസ്സ് അനലൈസ് ചെയ്യുകയായിരുന്നു. എന്നെ പോലെ പ്രശസ്തരായ ആളുകളെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക, അതിലൂടെ നിങ്ങളും പ്രശസ്തനാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പോപ്പുലാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അസുഖമാണത്. എന്ന് വെച്ചാൽ നിങ്ങളും ഒരു മനോരോഗിയാണ്. നിന്റെ അധിക പ്രസംഗം കഴിഞ്ഞ ഉടനെ കവടിക്കരയിലെ സുകുമാരൻ നായർ ഇവിടെ വിളിച്ചിരുന്നു. എന്താ നിന്റെ വിചാരം? ആളുകളെ കയറി പ്രാന്തമാരെന്ന് വിളിക്കുക. എല്ലൊടിയാതെ നീ ഇവിടെ തിരിച്ചെത്തിയതേ എന്റെ പ്രാർത്ഥന ഉണ്ടാവുന്ന കൂട്ടിക്കോ. കഷ്ടം. കുട്ടിക്കാലത്ത് മൂക്കിൽ വലിപ്പിച്ച് കിടന്ന ആ കോന്തൻ ചെക്കനായിട്ടാണ് അമ്മ ഇപ്പോഴും എന്നെ കാണുന്നത്. കാലിഫോർണിയയിലും ബ്രസൽസിലും ജനീവയിലും ഞാൻ സഞ്ചരിച്ച നിർത്ത്. ഇത് കേട്ട് എനിക്ക് മതിയായി. നിന്റെ കണ്ണി മറ്റുള്ളവർക്കല്ലേ പ്രാന്ത്, എന്റെ കണ്ണി നിനക്കാ പ്രാന്ത്. ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഒരു വലിയ കുന്തടുത്തങ്ങ് മെഴുങ്ങി എന്നൊക്കെ എപ്പോഴും പറയുന്നത് പ്രാന്തായിട്ട് തന്നെയാ. മനുഷ്യനായ നന്ദി വേണം. അമേരിക്ക 2 കൊല്ലം പഠിച്ചല്ലേ നീ, എന്നിട്ടും ജോർജ് ബുഷിന് വട്ടാണെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? ബുഷ് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാലും നിനക്ക് ഷെയ്ക്കാൻ്റെ എന്ന ആളല്ലേടാ അയാള്. പാവം മനുഷ്യൻ. അയാൾ ഷെയ്ക്കൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? അയാളുടെ കണ്ണുകളിലേക്ക് ഞാനൊരു ഹിപ്നോട്ടിക് നോട്ടം നോക്കി. ഒരു നിമിഷം കൊണ്ട് നഗ്നമായ അയാളുടെ മനസ്സ് ഞാൻ കണ്ടു എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നിന്നെ പേടിച്ച് ആയിരിക്കണം. അയാളുടെ മനസ്സിനുള്ളിലെ ഗൂഢനീക്കങ്ങൾ ഞാൻ കണ്ടുപിടിച്ചാലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്തിറങ്ങി വല്ലവരോടും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളാ മനഃശാസ്ത്രജ്ഞനെ പിടിച്ചോണ്ട് പോയി ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്യും. അമ്മയുടെ മകന് അമ്മയേക്കാൾ 10 മടങ്ങ് ബുദ്ധി ഉണ്ടായതിൽ അമ്മ അസ്വസ്ഥയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ അതുകൊണ്ടല്ല, എന്തോ എനിക്ക് ചമ്മല. പിന്നീട് നാണാവുന്നില്ല ഇങ്ങനൊക്കെ പറയാം. ഇഷ്ടമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? എങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോ തരാം. ഇല്ലെന്നേ, ഉറപ്പായിട്ട് തരാം. ഇപ്പൊ തന്നെ വേണമെന്നതിനെ വാശി പിടിക്കുന്നത്. ഓക്കെ, ഒരേ ഒരെണ്ണം. പിന്നെ ചോദിക്കരുത്. കഴിഞ്ഞ മാസം ഒറ്റയടിക്ക് 4000 രൂപയുടെ വ്യത്യാസം ഫോൺ ബില്ലിൽ കണ്ടപ്പോൾ ഞാൻ കരുതി BSNL-കാർക്ക് തെറ്റിയതായിരിക്കുമെന്ന്. നിങ്ങളുടെ കല്യാണം ഒരു ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മോതിരം മാറൽ, കല്യാണ തീയതി നിശ്ചയിക്കൽ, പിന്നെ കല്യാണം, എല്ലാം കൂടി എത്ര മാസം എടുക്കുമെന്നൊരു നിശ്ചയമില്ല. അത്രയും കാലം ഫോണിൽ കിസ് ചെയ്താൽ എന്റെ കാശ് എത്ര പോകുമെന്ന് ആർക്കറിയാം? നിൽക്കണേ ഇവിടെ. MSW പാസ്സായിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ ഏതെങ്കിലും ജോലി കയറ്. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഒരു സെൽഫോൺ വാങ്ങിച്ച് വിനോദമായിട്ട് ഇഷ്ടം പോലെ സംസാരിച്ചു. വിനയേട്ടൻ പറയുന്നത് ജോലിക്കൊന്നും പോകണ്ടെന്നല്ലേ? എങ്കിൽ ഇവിടുത്തെ ഫോൺ ബില്ല് അവനോട് അടക്കാൻ പറ. നീ എപ്പോഴാ ബാംഗ്ലൂർ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. എന്തിനാ നീ ഇപ്പൊ ബാംഗ്ലൂർ പോന്നേ? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ ആണെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ പോണമെന്നുണ്ടോ? വല്ല നെടുമങ്ങാട്ടോ സുൽത്താൻ ബത്തേരിയിലോ പോയാ പോരെ? അല്ല, ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം അമ്മയോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? ഇവളും വിനോദുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിരിക്കാന്നുള്ള ഓർമ്മ വേണം. അതും ഈ ബാംഗ്ലൂരുമായിട്ട് ബന്ധമുണ്ടല്ലോ. വിനോദിന്റെ പെങ്ങളെ അനുപമ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ? ഇവളെ പെണ്ണ് കാണാൻ വിനോദിന്റെ കൂടെ അവൾ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. അവളോടുള്ള നിന്റെ ഒരു കുഴച്ചിലും മറിച്ചിലും. അമ്മ വേണ്ടാത്തത് ഓരോന്ന് പറയരുത്. നിന്റെ ഒരു വിരൽ അനങ്ങിയാ എനിക്ക് മനസ്സിലാവും അതെന്തിനാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നോ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നോ ഒക്കെ അവള് തന്നെയാ പറഞ്ഞത്. ആ കുട്ടി വിളിച്ചോ? നീ ചെല്ലുന്ന ഡേറ്റ് അറിയാൻ.
നിന്റെ പകുതി പ്രായമുള്ള ആ കുട്ടിക്ക്. വിനോദ് അറിഞ്ഞാൽ നിന്റെ കാലവൻ തല്ലി ഓടിക്കും. അമ്മ ഞാൻ ഒന്നും മിണ്ടാടാ. എന്നോ ഞാൻ ഇനി സത്യം പറയാം. ലോകമറിയുന്ന മനഃശാസ്ത്രജ്ഞനാവാനുള്ള യാത്രയും മറ്റെല്ലാം മറന്നവനാ ഞാൻ. വിവാഹം, കുടുംബം, കുട്ടികൾ എല്ലാം. ഇപ്പൊ വയസ്സ് ഒരുപാടായി. പക്ഷേ മനസ്സ് ഒരു പ്രഹേളികയാണമ്മേ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണത്. പക്ഷെ അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വയസ്സിന്റെ ഈ കോംപ്ലക്സ് കാരണം ഞാൻ ആ കുട്ടിയോട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ബട്ട് ഡോക്ടർ ശാന്താറാം ഹിയർ. ഓഹോ, അറിയാം. പേഷ്യൻസ് വെയിറ്റ് ചെയ്യട്ടെ. മിസ്റ്റർ അലി പറയുന്നത് കേൾക്കൂ. ആദ്യം എന്റെ സമനിലയൊന്ന് വീണ്ടും കിട്ടട്ടെ, എന്നിട്ട് പോരെ മറ്റുള്ളവരെ ചികിത്സിക്കുന്നത്. ഡോക്ടറെ കാത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, മനഃശാസ്ത്രജ്ഞന്റെ മാനസിക നില തകരാറിലാണ്. എപ്പോ വരുമെന്നറിയില്ല. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇരിപ്പ് തുടരാം. എപ്പോ വരുമെന്ന് അറിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യമാണത്. ഇരുന്ന് മുഷിഞ്ഞവർക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരാടാ എന്നെ ഇടം കാലിട്ടത്? എന്നെ വീഴ്ത്തിയവന് ഡോക്ടറുടെ മരുന്നും കൊണ്ടല്ല, എന്റെ ഈ കൈ കൊണ്ടായി ചികിത്സ വേണ്ടത്. മോന്ത പറ്റി ചപ്പാത്തി ഉണ്ടാക്കും ഞാൻ. ഡോക്ടർ അകത്തുണ്ടല്ലേ? ഡോക്ടർ എത്തിയിട്ടില്ല സാർ. അകത്തോട്ടിരിക്കാം. സാറ് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഓക്കെ. എന്തു പറ്റി? സാറേ ഒന്ന് സ്ലിപ്പായതാ സാറേ. 2 തറോട് മാറ്റാനുണ്ട്. ഞാനിപ്പോ തന്നെ ഡോക്ടറെ വിളിക്കാം. എനി സീരിയസ് പ്രോബ്ലം? വിനോദ് ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് ലിറ്റിൽ വറീഡ്, യു നോ. അതുകൊണ്ട് എന്റെ സിസ്റ്ററിനോട് ഞാനിത് പറഞ്ഞില്ല. എ സൈക്കാട്രിസ്റ്റ് ഷുഡ് കീപ് ഓൾ ദീസ് തിങ്സ് സീക്രറ്റ്. അവളെ കെട്ടാൻ പോകുന്നവന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്? എല്ലാം എനിക്കറിയാം വിനോദ്. ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതി നമുക്ക് പിരിമുറുക്കുണ്ടാവാൻ. ഉദാഹരണത്തിന്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് ഫോണിലൂടെ നമ്മൾ ഒരു ഉമ്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു, കിട്ടിയില്ല. അത് മതി പിരിമുറുക്കത്തിന്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാ. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വൈഫിനോട് ഞാൻ ഉമ്മ ചോദിച്ചു, തന്നില്ല. അങ്ങനെ വല്ലാതെ പിരിമുറുകിയാണ് ഞാൻ ക്ലിനിക്ക് വരെ എത്തിയത്. ഇപ്പൊ പെരി ലൂസായ, എന്നാൽ ഇനി എന്നും തന്റെ പെരി ലൂസ് ആയിരിക്കും. തൽക്കാലം എനിക്ക് വട്ടൊന്നുമില്ല. ജോസഫ് മാത്യുവിന്റെ കഥ ഡോക്ടർ പത്രത്തിൽ വായിച്ചിരുന്നു. ഏത് ജോസഫ് മാത്യു? ഞാൻ ഓർക്കുന്നില്ല. നർക്കോട്ടിക് സെല്ലിലെ ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം. അഴിമതിയില്ലാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ. കേരളത്തിൽ അങ്ങനെയും ചിലരുണ്ടോ? അത്ഭുതം. 1 മാസമായി അദ്ദേഹം മിസ്സിംഗ് ആണ്. എങ്ങോട്ട് പോയെന്ന് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. മാത്യു സാറിന് ഭാര്യ ഒരു മകളും ഉണ്ട്. ഭാര്യ ഡിപ്രഷൻ കൊണ്ടാണോ ഭയം കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. കുറച്ചു ദിവസമായി മിണ്ടാട്ടമില്ല. ഡോക്ടർ അവരെ ഒന്ന് കാണണം. തീർച്ചയായും. ടുഡേ ഈവനിങ് ഓർ ടുമാറോ മോർണിംഗ്. എപ്പോഴാന്ന് വെച്ചാൽ വരാൻ പറയൂ. അവര് വന്നിട്ടുണ്ട്. പുറത്ത് കാറിലിരിക്കുക. വിളിക്കട്ടെ? വേണ്ട, അലി വിളിച്ചോണ്ട് വരും. ഒരു വൈറ്റ് അംബാസഡർ കാറുണ്ട് പുറത്ത്. ഓക്കെ സാർ. ഞാൻ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഓക്കെ. ഡോക്ടർ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ആര് പറഞ്ഞു? അനുവിനെ ഡോക്ടർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചതല്ല. ഞാൻ മറ്റാരോ വിളിച്ചപ്പോ റോങ് നമ്പർ പോയിട്ട് കിട്ടിയത് അനുവിനെ. അപ്പോ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ച് ബാംഗ്ലൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഓ, ഹലോ അനു. ഡോക്ടർ ശാന്താറാം ഹിയർ. ഞാൻ ബാംഗ്ലൂരിൽ വരുന്ന കാര്യം എന്റെ അമ്മയോടും അനുവിന്റെ ചേട്ടനോടൊക്കെ പറഞ്ഞു അല്ലേ? അല്ല, നന്നായി പറഞ്ഞത്, നന്നായി. ഇതിലിപ്പോ ഇത്ര രഹസ്യം ധരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊക്കെ തിരക്കുള്ളവരല്ലേ. നമ്മുടെ ഈ സില്ലി മാറ്റേഴ്സ് ഒക്കെ അവരുമായി ഡിസ്കസ് ചെയ്ത് നമ്മൾ അവരുടെ സമയത്തിന് മെനക്കെടുത്തണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വിളിച്ചതും ഇനി വിളിച്ചാൽ അതും അവരോടൊന്നും പറയണ്ട. ചിലതൊക്കെ പറയാതിരിക്കുന്നതിലുമില്ലേ ഒരു രസം. എന്ത് രസമെന്നോ? എന്തോ ഒരു രസം. പിന്നെന്തൊക്കെയുണ്ട് അനു വിശേഷങ്ങൾ? അനുവിന് സുഖമല്ലേ? ഓ, അത് കേട്ടാ മതി എനിക്ക്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ല രസമാണ് അനുവിന്റെ ശബ്ദം കേൾക്കാൻ. സ്വീറ്റ് വോയിസ്. ഇരിക്കൂ. അമ്മയ്ക്ക് വട്ടാണല്ലേ? അങ്ങനെ ചോദിച്ചത് എന്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോ രോഗി അത് കേട്ട് വയലന്റ് ആകും, പിന്നീട് ശാന്തത കൈവരിക്കും. ചിലപ്പോ അതോടെ അസുഖം ഭേദമാവുകയും ചെയ്യും. ആ മെത്തഡ് ഏറ്റില്ല. ഇരിക്കൂ. അച്ഛനെ കാണാതായിട്ട് എത്ര നാളായി എന്നാ പറഞ്ഞത്?
ചേച്ചേ, എന്താ ഇത്? ഒരു ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതല്ല ഡോക്ടർ, അമ്മയും കൂടി ഈ അവസ്ഥയിലായപ്പോ മറ്റാരുമില്ല ഞങ്ങൾക്ക്. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരിക്കപ്പോ അമ്മ വാതില് തുറന്ന് പുറത്തുപോയി വല്ല കടുങ്കയും ചെയ്യുമെന്നുള്ള ഭയത്തിൽ. എന്താ പേര്? സോഫിയ. സോഫിയക്ക് ജോലി വല്ലതും ഉണ്ടായിരുന്നോ? B.Ed കഴിഞ്ഞതാ. PSC എഴുതി. മാനേജ്മെന്റ് സ്കൂളിൽ ചേരാന്ന് വെച്ചാ കുറെ പണം വേണം. അച്ഛൻ റിട്ടയർ ചെയ്യാൻ 1 വർഷേ ഉള്ളൂ. അപ്പ കിട്ടാനിടയുള്ള പണം വെച്ച് അങ്ങനെയൊക്കെയാ വിചാരിച്ചിരുന്നത്. ഇപ്പൊ കുറച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഇനി ഭയം വേണ്ട, ഞാൻ ഏറ്റു. എന്റെ അടുത്ത് എത്തിപ്പെട്ടത് ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദി ഇയർ ആയി എന്നെ തെരഞ്ഞെടുത്തത് അറിഞ്ഞിരിക്കുമല്ലോ. ജോർജ് ബുഷ് ഓടി വന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യായിരുന്നു. ഇതാ കണ്ടില്ലേ? ഹലോ, ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതിപോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഉടനെ വരുമോ? ഉടനെ പറഞ്ഞ സോറി, എന്റെ പേര് എലി. അല്ല, അലി. ബാപ്പാന്റെ പേര് പൂക്കുഞ്ഞു കോയ. ഓ, മരിച്ചുപോയി. ഓക്കെ. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുരിയച്ചെന്ന വൻ തോക്കിനെ 110 kV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്. അയാൾ ഇപ്പൊ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ല കരണ്ട് ഭാർഗവനെ ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി ശത്രുക്കളല്ലേ? എങ്കിലവൻ വരട്ടെ. അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിന് ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടു പോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ. നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിനൊരു വേദന. അത് ഹിപ്നോട്ടിസ് ചെയ്ത് ശരിയാക്കൂടെ? അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല. ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ? ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താൻ ഇവിടെ നിന്നാ മതി കേട്ടോ.